السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. قال الله سبحانه وتعالى في قرآنه المجيد: فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. قال نبينا وحبيبنا محمد صلى الله عليه وسلم: إنما بعثت لأتمم مكارم الأخلاق. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന സാലിഹായ സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. രോഗികളായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിഞ്ഞുകൂടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയവരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജീവിതം പരിശോധിക്കുമ്പോൾ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ പരിപൂർണനായ വ്യക്തിത്വമായിരുന്നു മഹാനായ റസൂലുള്ളാഹി. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമാകുന്ന സ്വഭാവ ഗുണങ്ങൾ, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ലഭിക്കണമെങ്കിൽ മറ്റെവിടേക്കും നോക്കേണ്ടതില്ല. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒന്ന് പഠിച്ചാൽ മാത്രം മതി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും മാതൃകായോഗ്യമായ രൂപത്തിലാണ് മുത്തുനബി തങ്ങളെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്കെല്ലാവർക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നല്ല മാതൃകകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏത് സ്വഭാവം നമ്മൾ സ്വീകരിക്കണമെങ്കിലും ആ സ്വഭാവങ്ങളുടെ ഏറ്റവും നല്ല രൂപം, ഏറ്റവും നല്ല മാതൃക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകകളെ നമ്മൾ പുൽകി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ പ്രവാചക സ്നേഹം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ നബി തങ്ങളുടെ സ്വഭാവത്തെ പുകഴ്ത്തി പറഞ്ഞത് അല്ലാഹുവാണ്. മുത്തുനബി തങ്ങളുടെ സ്വഭാവത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അല്ലാഹുവാണ് വിശുദ്ധമായ ഖുർആനിലൂടെ. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നബിയെ അങ്ങ് എന്ന് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ വ്യക്തമാക്കി പറയുമ്പോൾ ഇതിനേക്കാൾ അപ്പുറം ഇനി ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനില്ല. സർവജ്ഞനായ ഈ പ്രപഞ്ചമഖിലം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവാകുന്ന അല്ലാഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇനി മറ്റൊന്ന് ഇനി ആലോചിക്കേണ്ടത് പോലുമില്ല. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ അങ്ങ് ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ.
അതുകൊണ്ട് തന്നെ മഹാനായ നബി തങ്ങളുടെ ജീവിതം മനോഹരമായിരുന്നു. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും എല്ലാം വളരെ മനോഹരമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ പുകഴ്ത്തി പാടുന്നുണ്ട്. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയെ, നിങ്ങളെക്കാൾ അഹ്സനായ, മനോഹരമായ, സുന്ദരനായ ഒരാളെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ അജ്മലായ ഒരാളെയും ഭൂമി ലോകത്ത് ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടുമില്ല എന്ന് മഹാനായ നബി തങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ ആ കവിതയുടെ ഓരോ വരികളിലുമുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം. ഏറ്റവും ഭംഗിയായ രൂപം എന്ന് പറയുമ്പോൾ അത് ശാരീരികമായും നബിയുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം, ആ കാര്യങ്ങളിലും മഹാനായ നബി തങ്ങൾ അഹ്സനാണ്, അജ്മലാണ്. ഇതിനേക്കാൾ ഇനി മുകളിൽ ഒരാളും ഉണ്ടാവുകയില്ല, ഉണ്ടാവാനും പാടില്ല. കാരണം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണ്. വിശുദ്ധമായ ദീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലാഹു പ്രബോധനം ചെയ്യാൻ അതിൻ്റെ അവസാനത്തെ പ്രവാചകനായി അല്ലാഹു നിയോഗിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. 23 വർഷക്കാലങ്ങൾ കൊണ്ട് മഹാനായ നബി തങ്ങൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ വളരെ മനോഹരമായി മഹാനായ തങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു. എങ്ങനെയാണ് നബി തങ്ങൾക്ക് അത് സാധിച്ചത് എന്ന് ചോദിച്ചാൽ നബി തങ്ങളുടെ സ്വഭാവ മഹിമ കൊണ്ട് മാത്രമായിരുന്നു. വളരെ സോഫ്റ്റ് മൈൻഡായിട്ട്, വളരെ സ്നേഹത്തോടെ, കാരുണ്യത്തോടുകൂടെ, സഹവർത്തിത്വത്തോടുകൂടെ മാത്രമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുള്ളത്. അതാണ് കഠിന ഹൃദയരായ ആളുകൾക്ക് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് വരുമ്പോൾ, അവിടുത്തെ സാരോപദേശങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ എല്ലാ കഠിനതകളും മാറ്റിവെക്കുവാനും അവരുടെ ഹൃദയങ്ങൾ ലോലമായി പോകുവാനും കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യമാണ്, അതിൻ്റെ മഹത്വമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നബിയെ നിങ്ങൾ അവരോട് വളരെ സോഫ്റ്റായി പെരുമാറിയത്, കുലീനമായി നിങ്ങൾ അവരോട് പെരുമാറിയത്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ്, നിങ്ങൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ലാത്തവനായിരുന്നുവെങ്കിൽ, പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, എല്ലാവരും ഓടി അകലുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ അടുക്കലേക്ക് ശത്രുവിന് പോലും വരാൻ മനസ്സുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ സ്വഭാവം അത്രമേൽ പരിശുദ്ധമാണ്. ഒരു കഠിന ഹൃദയനായ ഒരു മനുഷ്യനെ എന്താ നമ്മുടെ മനസ്സിൽ കാണുക? ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അദ്ദേഹത്തോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവുമോ? ഒരിക്കലും കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ ഒരാൾക്കും താല്പര്യം ഉണ്ടാവുകയില്ല. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ശത്രുക്കൾക്ക് പോലും മഹാനായ നബി തങ്ങളോട് പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവും പെരുമാറ്റ രീതികളും അത്രമേൽ പരിശുദ്ധമാണ്. ആ ഒരു രീതിയാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും സ്വീകരിക്കേണ്ടത്. ആളുകളിൽ വെറുപ്പുൽപാദിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ആളുകൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഒരുമയും ഐക്യവും ഒക്കെ ഉണ്ടാക്കാനാണ് മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. നമ്മുടെ സ്വഭാവം കൊണ്ട് അതാണ് ഉണ്ടാവേണ്ടത്.
അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന നബിയുടെ ഏറ്റവും വലിയ ഒരു ശത്രുവായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബനി ഹനീഫ ഗോത്രത്തിലെ നേതാവാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു ഒരു സംഘത്തെ പിടികൂടാൻ വേണ്ടി. അവരെ ഉദ്യമം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സുമാമത്ത് ബിൻ ഉസാലിനെ കാണുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുമാണ്. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. മഹാനായ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഇൻദക യാ സുമാമ, സുമാമ നിന്റെ അടുക്കൽ എന്താണുള്ളത്? അത് സുമാമ പറഞ്ഞു, എൻ്റെ അടുക്കൽ ഖൈറാണ്, നല്ലത് മാത്രമേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ നീ എന്നെ വധിക്കാം, ഞാൻ കൊല്ലപ്പെടാൻ അർഹനാണ്. നീ എന്നോട് കരുണ കാണിച്ചാൽ ഞാൻ നന്ദിയുള്ളവനായി മാറും. നിനക്ക് സമ്പത്ത് ആവശ്യമാണെങ്കിൽ എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നിനക്കത് തരാം എന്നാണ് സുമാമയുടെ മറുപടി. 2-3 ദിവസവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ചോദ്യം ആവർത്തിച്ചു, അദ്ദേഹത്തിന്റെ മറുപടിയും. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മഹാനായ നബി തങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇൻതലിഖു സുമാമ, സുമാമയെ നിങ്ങൾ ഒഴിവാക്കുക, വിട്ടേക്കുക. ശത്രുവാണ് സുമാമ, അവനെ ഒഴിവാക്കുക, ശിക്ഷിക്കേണ്ടതില്ല, അവന്റെ വഴിക്ക് പോവട്ടെ എന്ന് പറഞ്ഞു അവനെ കെട്ടഴിച്ച് വിടാൻ മോചിപ്പിക്കുകയാണ്. ഈ സുമാമ നേരെ പോയത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഈന്തപ്പന തോട്ടത്തിലെ ഒരു കുളത്തിലേക്ക്, ഒരു തടാകത്തിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് അദ്ദേഹം കുളിക്കുകയും വൃത്തിയാവുകയും ശുദ്ധിയാവുകയും ചെയ്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഹളറത്തിലേക്ക്, പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഒരു ശത്രുവായ ഒരു മനുഷ്യൻ 3 ദിവസമാണ് മഹാനായ നബി തങ്ങളെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. 3 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ സംസാരങ്ങൾ അദ്ദേഹം കേട്ടിട്ടുള്ളൂ. നബിയുടെ പെരുമാറ്റ രീതികളെ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. ഈ 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മാനസികമായ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും വിശുദ്ധമായ ദീനിൻ്റെ സുന്ദരമായ പാതയിലേക്ക് അദ്ദേഹം കടന്നു വരികയും ചെയ്യാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി മാ കാന അലാ വജ്ഹിൽ അർളി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. ഈ ഭൂമി ലോകത്ത് മുഹമ്മദേ, നിന്നേക്കാൾ ദേഷ്യമുള്ള ഒരു മുഖവും എനിക്കുണ്ടായിരുന്നില്ല. ഈ ലോകത്തെ ഏറ്റവും വെറുപ്പ് എനിക്ക് നിങ്ങളോടായിരുന്നു. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലൈ. ഇന്ന് ഈ ദിവസം ഈ ലോകത്തുള്ള സർവ്വ ആളുകളുടെ മുഖത്തെക്കാളും എനിക്ക് ഏറ്റവും പ്രിയമുള്ള മുഖം നബിയെ അങ്ങയുടേതാണ്. ഈ ലോകത്തെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള മതം നിന്റെ മതമായിരുന്നു. പക്ഷേ ഇന്ന് അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതമാണ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള നാട് നീ വസിക്കുന്ന നാടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയമുള്ള നാട് നിങ്ങൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് എന്ന് സുമാമ റളിയല്ലാഹു അൻഹു മഹാനായ നബി തങ്ങളോട് പറയാൻ. അപ്പൊ നബിയുടെ സ്വഭാവത്തിൽ, നബിയുടെ പെരുമാറ്റത്തിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് ഒരു ശത്രുവായ ആൾ പോലും നിമിഷ നേരം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കളോടും മിത്രങ്ങളോടും എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമേ, കാരുണ്യത്തോടെ മാത്രമേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടുള്ളൂ. ഈ സുമാമ യമാമക്കാരനാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ ചെല്ലാണ്. നബിയോട് പറഞ്ഞു, നബിയെ എനിക്കൊന്ന് ഉംറ ചെയ്യണം. അങ്ങനെ അദ്ദേഹം ഉംറ ചെയ്യാൻ വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ ചെന്ന് ഉംറ നിർവഹിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർ സുമാമയോട് ചോദിച്ചു, സുമാമ നീ മതം മാറിയോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ തെറ്റ് തിരുത്തി വിശുദ്ധമായ
മാർഗത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് സുമാമ പറഞ്ഞു, മുശ്രിക്കീങ്ങളെ, യമാമയിൽ നിന്ന് ഒരു പൊടി ഭക്ഷണം പോലും ഇനി ഇങ്ങോട്ട് വരാൻ ഞാൻ അനുവദിക്കുകയില്ല. യമാമയിൽ നിന്ന് വിശുദ്ധമായ മക്കയിലേക്ക് അവർക്ക് ആവശ്യമാകുന്ന ഗോതമ്പുകളും ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടുന്ന് വരാറുണ്ട്. സുമാമ പറയാണ്, യമാമയിൽ നിന്ന് ഇനി ഒരു ഭക്ഷണം പോലും ഇങ്ങോട്ട് വരാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ മുശ്രിക്കീങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കുടുംബബന്ധം പുലർത്തുന്നവനും ഐക്യമുണ്ടാക്കുന്നവനും സ്നേഹത്തിൻ്റെയും ഒക്കെ ആളാണല്ലോ. നിന്റെ അനുയായിയാകുന്ന സുമാമ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ നിന്നുള്ള ഭക്ഷണം ഇങ്ങോട്ട് വരാതിരുന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സുമാമയോട് അത് വേണ്ട എന്ന് പറയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോട് പറഞ്ഞു, വേണ്ട സുമാമ, അങ്ങനെയുള്ള കഠിനമായ തീരുമാനങ്ങളൊന്നും വേണ്ട. ഭക്ഷണങ്ങൾ നമ്മൾ വിലങ്ങാൻ പാടില്ല, എല്ലാ ആളുകളും കഴിക്കട്ടെ. അതായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. തന്നെ പീഡിപ്പിച്ചവർ, തന്നെ നാടുകടത്തിയവർ, തൻ്റെ അനുയായികളെ അരുങ്കുല ചെയ്തവർ, കഠിനമായി പീഡിപ്പിച്ചവർ, അവരിലേക്കുള്ള ഭക്ഷണത്തെ തടഞ്ഞു വെക്കുമ്പോൾ മഹാനായ നബി തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറയാൻ, അങ്ങനെ ചെയ്യരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവും മാനവികമായ കാഴ്ചപ്പാടുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം, നമ്മുടെ രാജ്യം മുസ്ലിം എന്ന പേര് കേട്ടാൽ പോലും മറപ്പോടുകൂടെ കാണുന്ന ഒരു കാലഘട്ടം. 2 ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കുറച്ചാളുകൾ ഒരു വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് വെടിവെച്ച് ഒരു കുട്ടിയെ കൊലപ്പെടുത്തുകയുണ്ടായി. ആ കുട്ടി കൊല ചെയ്യപ്പെട്ടു. നോക്കുമ്പോൾ അതൊരു മുസ്ലിമായ കുട്ടിയായിരുന്നില്ല, ഒരു ഹൈന്ദവനായ കുട്ടിയായിരുന്നു. മാതാപിതാക്കൾ സങ്കടത്തോടുകൂടെ നിൽക്കുമ്പോൾ ഈ വെടിവെച്ച ഘാതകന്മാർ, കൊലയാളികൾ പറഞ്ഞു, അതൊരു മുസ്ലിമാണെന്ന് കരുതി ഞങ്ങൾ വെടിവെച്ചതാണ് എന്ന്. അപ്പൊ ആ അമ്മ ചോദിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളാണെങ്കിലും ഇങ്ങനെ ക്രൂരമായി വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ എന്ന്. അപ്പൊ മുസ്ലിം സമൂഹത്തോട് ഇത്രമേൽ അറപ്പും വെറുപ്പും വിദ്വേഷവും ഒരു വിഭാഗം ആളുകൾ വെച്ച് പുലർത്തുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു വച്ചിട്ടുള്ള മാനവികമായ ഈ മൂല്യങ്ങളെ നമ്മൾ അവരിലേക്കൊക്കെ പ്രസരിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കലും വിശുദ്ധമായ ഇസ്ലാമോ മുസ്ലിമീങ്ങളോ വിശുദ്ധ റസൂലോ ഇങ്ങനെയുള്ള മാനുഷികമല്ലാത്ത കാര്യങ്ങളെ, തീവ്രമായ കാര്യങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരിക്കൽ നജറാനിൽപ്പെട്ട ക്രിസ്ത്യാനികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രാർത്ഥനയുടെ സമയമായി. ആ സമയം അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധമായ നബിയുടെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അന്യമതത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കടന്നു വന്ന് മഹാനായ റസൂലുള്ളാഹിന്റെ സമീപത്ത് അവർക്ക് ആരാധിക്കാൻ, അവരുടെ വിശ്വാസപ്രകാരമുള്ള ആരാധനകൾ നിർവഹിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ വിശുദ്ധ നബിയുടെ വിശാലത എത്രത്തോളമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ആളുകളോടും സൗഹൃദത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഇടപഴകണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കണം. ഒരിക്കൽ തുഫൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന സഹാബി മുത്തുനബിയുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ദൗസൻ ഖദ് അസത് വ അബത്. ദൗസ് ഗോത്രം നബിയെ, അവർ നിങ്ങളുടെ കൽപ്പനകളെ ധിക്കരിക്കുന്നുണ്ട്, അവർ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല.
ഫദ്ഉല്ലാഹ അലൈഹിം, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദൗസ് ഗോത്രത്തിനെതിരായിട്ട് ദുആ ചെയ്യണം. മഹാനായ നബി തങ്ങൾ ആ സമയം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ദൗസ വഅതി ബിഹിം, പടച്ചവനെ ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി. അവർക്കെതിരെ പ്രാർത്ഥിക്കാനാണ് തന്റെ അനുയായി വന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അവരോട് പറഞ്ഞത് അല്ലാഹുമ്മ ഹ്ദി ദൗസ, ദൗസിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ മുസ്ലിമീങ്ങളായിട്ട് കടന്നു വരാൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ നബി തങ്ങളുടെ അടുക്കൽ വന്ന് പറയാണ്, നബിയെ, ഞാൻ എൻ്റെ ഉമ്മയെ ഒരുപാട് കാലമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ എൻ്റെ ഉമ്മ സ്വീകരിക്കുന്നില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറയുടെ മുശ്രിക്കത്തായ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ആ ഉമ്മ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവും മാനവികമായ കാഴ്ചപ്പാടുകളും നാം മനസ്സിലാക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് തൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന കതക് മുട്ടുമ്പോ ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ആ കതക് തുറന്നുകൊണ്ട് പറയുന്നുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് കുഴപ്പങ്ങളോ കലാപങ്ങളോ അനൈക്യങ്ങളോ ഛിദ്രതകളോ ഉണ്ടാക്കാൻ വേണ്ടി മഹാനായ നബി തങ്ങൾ വന്നിട്ടില്ല. മുത്തുനബി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലം യബഅസനി മുഅന്നിതൻ വലാ മുതഅന്നിത, ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നവനായി, പിളർപ്പുകൾ ഉണ്ടാക്കുന്നവനായി, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനായി എന്നെ റബ്ബ് നിയോഗിച്ചിട്ടില്ല. എന്നെ അയച്ചത് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാൻ വേണ്ടിയാണ്, എല്ലാം സരളമാക്കാൻ വേണ്ടിയാണ്, എല്ലാ കെട്ടിക്കൊടുക്കുകളും ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി തങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅ, അല്ലാഹുവേ, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഭരണാധികാരി ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്തു, എന്നിട്ട് ഫശഖ്ഖ അലൈഹിം, ആ ഭരണാധികാരി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഫശ്ഖുഖ് അലൈഹി, ആ ഭരണാധികാരിക്ക് നീ ഇടങ്ങേറുണ്ടാക്കണേ എന്നാണ്. ഉമ്മത്തിൻ്റെ, ഈ സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്ത് അവർക്ക് പ്രയാസം അവൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രയാസമുണ്ടാക്കുന്നവന് നീ പ്രയാസമുണ്ടാക്കണേ എന്നും, വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ഒരാൾ ഏറ്റെടുത്തു, അവരോട് സോഫ്റ്റായി, വളരെ റിഫ്കോടുകൂടെ, മൃദുലമായി ആരെങ്കിലും പെരുമാറിയാൽ നീ അവനോടും അതുപോലെ പെരുമാറണേ എന്ന് മഹാനായ റസൂലുള്ളാഹി. എപ്പോഴും റിഫ്ഖാണ് നബിയുടെ ഇഷ്ടം, എപ്പോഴും റഹ്മത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം. അത് മുസ്ലിമീങ്ങളെന്നല്ല, മനുഷ്യരോട് മുഴുവൻ അങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മൃഗങ്ങളോട്, ജീവനുള്ള വസ്തുക്കളോട്, ജീവനില്ലാത്ത വസ്തുക്കളോട് എല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടുകൂടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ സ്വീകരിക്കുമ്പോൾ, നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ സലാം പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൈ ഊരാറില്ല. സലാം കൊടുത്താൽ കൈ ഊരാറുണ്ടായിരുന്നില്ല. തൻ്റെ അടുത്തുള്ള തൻ്റെ കൂട്ടുകാരൻ ആദ്യമായി കൈ പിൻവലിക്കുന്നത് വരെ. അപ്പോൾ ഒരാൾ കൈ തന്നാൽ സ്നേഹത്തോടെ അത് പിടിക്കും. നേരത്തെ നബി പിൻവലിക്കുകയില്ല. ഞാൻ നേരത്തെ പിൻവലിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ എന്ന് കരുതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പരിശുദ്ധമായ കൈ അയാളെ കൈയുമായി ചേർത്ത് വെക്കും.
ഒരാളുമായി സംസാരിക്കുമ്പോൾ തൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെയായിരിക്കും. തൻ്റെ സംസാരിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ മുഖത്തെ തിരിക്കുന്നത് വരെ മഹാനായ നബി തങ്ങൾ തൻ്റെ മുഖത്തെ ഒരാളിൽ നിന്ന് തിരിക്കാറുണ്ടായിരുന്നില്ല. രണ്ടുപേരുമായി ചേർന്നിരിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുട്ടുങ്കാൽ ഒരിക്കലും തൻ്റെ കൂടെ ഇരിക്കുന്ന സഹപാഠിയേക്കാൾ മുന്നിൽ വരാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. നബി അങ്ങനെ പ്രവർത്തിച്ചിരുന്നില്ല. അപ്പോൾ വളരെ സോഫ്റ്റായി എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും ആദരവ് നൽകിക്കൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. ഈ സ്വഭാവ രീതികളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പരിഷ്കരിച്ചെടുത്ത് അതിൽ നല്ല വെളിച്ചം കൊടുത്ത് അഹന്തയും അഹങ്കാരവും കിബറും എല്ലാം ഒഴിവാക്കി എല്ലാ ആളുകൾക്കും നമ്മെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് നമ്മൾ മരിച്ചാൽ ആളുകൾക്ക് നമ്മെക്കുറിച്ച് പറയാനുണ്ടാവുകയുള്ളൂ, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു വെച്ച എല്ലാ മഹിതമായ സ്വഭാവങ്ങളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനും അതിലായി ജീവിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.